കണ്ണൂർ ആയിക്കര മാപ്പിള ബേ ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ തൊഴിലാളികൾ ബോട്ടിറക്കാൻ പറ്റാത്ത വിധം മണൽത്തിട്ട രൂപപ്പെട്ടതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അശാസ്ത്രീയമായ ഹാർബർ നിർമ്മാണമാണ് തങ്ങളെ ബാധിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധന കാലമാണ്. വറുതിയുടെ ഈ കാലത്ത് ജീവൻ പണയം വെച്ചും കടലിൽ പോയാലേ കുടുംബം പട്ടിണിയില്ലാതെ കഴിയൂ. ആയിക്കരയിലെ ഓരോ മത്സ്യത്തൊഴിലാളിയും ഇന്ന് ദുരിതക്കയത്തിലാണ്. കാലാവസ്ഥയും ട്രോളിംഗ് നിരോധനവും മാത്രമല്ല ആയിക്കരയുടെ പ്രശ്നം. മണൽത്തിട്ട കാരണം ബോട്ടിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നമുക്കാകെ പോകാനുള്ള ഒരു വഴി ഇതാണ്. ആ വഴി മണൽത്തിട്ട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ ബോട്ട് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നിപ്പോൾ നമ്മൾ മാപ്പിള ബേ ഹാർബറിൽ സംജാതമായിരിക്കുന്നത്. ഈ മണൽത്തിട്ട അടിയാനുള്ള കാരണം അശാസ്ത്രീയമായ ഹാർബറിൻ്റെ നിർമ്മാണമാണ്. ഇതിപ്പം പണിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ്. പണിക്ക് പോയെങ്കിൽ അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങളുടെ പടുകുഴിയിലേക്ക് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ പോകേണ്ടി വരും. ഇരു സർക്കാരുകളോടാണ് ഈ അഭ്യർത്ഥന. ജീവിക്കാനാണ്, മറ്റ് സമ്പാദിക്കാനും ഇതിനൊന്നുമല്ല. നമുക്ക് ജീവിക്കാനുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചിടണമെന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയുവാനുള്ളത്. ഹാർബർ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ജോലി എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ ഒരാഴ്ചയായി നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കടത്തിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി കടം വിടാനുള്ള എന്തെങ്കിലും കിട്ടുക ഈ സമയത്തുള്ള ജോലിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയും ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് നിർബന്ധമായും വർഷാവർഷം മണ്ണടിക്കുന്നതിന് പകരമായി നമുക്കൊരു ബ്രേക്ക് വാട്ടർ സംവിധാനമാണ് നിർബന്ധമായിട്ടും വരേണ്ടത്. കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ് ഹാർബറിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് പ്രതിഷേധം ഉണ്ടായപ്പോൾ തങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഈ ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതും പ്രതിഷേധം നടത്തിയതുമാണ് ഹാർബർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതാണ് ഇപ്പം വന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞ് തറക്കല്ല് മാത്രമാണ് ആയിക്കര ഇടുക, നമ്മുടെ നിർമ്മാണ പ്രവർത്തനം മൈതാനപ്പള്ളി കേന്ദ്രീകരിച്ചാണ് നടത്തുക എന്നുള്ളത്. പക്ഷേ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ. അന്ന് മിനിസ്റ്ററായിട്ടുണ്ടായത്, മുഖ്യമന്ത്രി ആയിട്ടുണ്ടായത് ലീഡർ കരുണാകരൻ സാറാണ്. അതുപോലെ തന്നെ നമ്മൾ MP ആയിട്ടുണ്ടായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറാണ്. ബ്രേക്ക് വാട്ടർ സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മണൽത്തിട്ടയിൽ ബോട്ടിടിച്ച് വൻ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് അധികൃതർ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.